നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്ന ചാപ്റ്റർ 15 ഹൈക്കോടതിയും കീഴ്ക്കോടതിയും. അപ്പോൾ നമ്മുടെ ഹൈക്കോടതി, നമ്മുടെ ഇന്ത്യയിൽ എത്ര ഹൈക്കോടതികളാണുള്ളത്? ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു 21 ഹൈക്കോടതികളാണുള്ളത്. ഈ ഹൈക്കോടതിയിലുള്ള ജഡ്ജിമാരെയൊക്കെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രസിഡൻ്റാണ് കേട്ടോ. നമുക്കിനി ഹൈക്കോടതിയിൽ ആരൊക്കെയുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം ഹൈക്കോടതിയിൽ ഒരു ചീഫ് ജസ്റ്റിസും പിന്നെ അതേപോലെ തന്നെ 3 അതർ ജഡ്ജിമാരുമാണ് ഹൈക്കോടതിയിലുള്ളത്. അങ്ങനെ മൊത്തത്തിൽ എത്ര പേരുണ്ട്? 4 ആളുകളാണ് നമ്മുടെ ഹൈക്കോടതിയിൽ വരുന്നത്. ഇനി അടുത്ത് ഈ ആളുകളുടെ എണ്ണം കൂടാം, ഈ ജഡ്ജിമാരുടെയൊക്കെ എണ്ണം കൂടാം. നമ്മുടെ ആ ഓരോ സ്റ്റേറ്റിൻ്റെയും അതിൻ്റെ ആ ഒരു പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ത് കൂടുന്നത്, ഈ ജഡ്ജിമാരുടെ എണ്ണം കൂടുന്നത്. ഇനി നമുക്ക് നോക്കാം നമ്മുടെ ഈ ഹൈക്കോടതിയിലെ ജഡ്ജിമാരുടെ ക്വാളിഫിക്കേഷൻസ്. ഒന്നെന്ന് പറയുമ്പോൾ നമ്മുടെ സിറ്റിസൺ ആയിരിക്കണം. 2, അദ്ദേഹത്തിന് ഒരു 45 വയസ്സെങ്കിലും ഓൾഡ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഹൈക്കോടതിയുടെ ജഡ്ജ് ആവാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അതേപോലെ തന്നെ എന്താണ്, ഈ ജഡ്ജിമാർ ലോവർ കോടതിയിലുണ്ടല്ലോ, ലോവർ കോടതിയിൽ ഒരു 10 വർഷമെങ്കിലും ജഡ്ജായിട്ടിരിക്കണം. അതും അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു 10 വർഷം ജഡ്ജുമായിട്ടിരിക്കണം, 10 വർഷം അഡ്വക്കേറ്റ് ആയിട്ടും ഇരിക്കണം. അപ്പോൾ ഹൈക്കോടതി ജഡ്ജിമാരുടെ ക്വാളിഫിക്കേഷൻ: ഒന്നാമത് സിറ്റിസൺ ആയിരിക്കണം, രണ്ടാമത് 45 വയസ്സെങ്കിലും ഉള്ള ആളായിരിക്കണം, ഹൈക്കോടതിയിൽ 10 വർഷം അഡ്വക്കേറ്റായിട്ടും 10 വർഷം ജഡ്ജായിട്ടും ഇരിക്കണം, മാത്രമല്ല നല്ല ക്യാരക്ടർ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഹൈക്കോടതിയിൽ ജഡ്ജാവാനായിട്ട് പറ്റൂ. ഇനി ഈ ഹൈക്കോടതിയിലെ ജഡ്ജിമാരുടെ കുറച്ച് അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. ഹൈക്കോടതി എന്ന് വെച്ചാൽ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്ന ഒരു കോടതിയാണ് നമ്മുടെ ഹൈക്കോടതി എന്ന് പറയുന്നത്. ഈ കോടതിയിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന എല്ലാ തീരുമാനങ്ങളും നമ്മുടെ പൗരന്മാർ അനുസരിച്ചിരിക്കണം. ഇനി അടുത്ത് ഈ ഹൈക്കോടതിയുടെ കുറച്ച് അധികാരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഒറിജിനൽ ജ്യൂറിസ്ഡിക്ഷൻ, അതായത് തനത് അധികാരം എന്ന് വെച്ചാൽ നമ്മുടെ ഓരോ സ്റ്റേറ്റിലെയും ഏതെങ്കിലും ഇൻഡിവിജ്വൽസിന് എന്തെങ്കിലുമൊക്കെ അവരുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് എങ്ങാനും ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെതിരെ ആ കോടതിയിൽ നമുക്ക് കേസ് കൊടുക്കാനായിട്ട് പറ്റും. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ട് കോടതി പ്രവർത്തിക്കും. അതുമാത്രമല്ല, സ്റ്റേറ്റും സെൻറ്ററും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മീഡിയേറ്ററായിട്ട് നിന്ന് വന്ന് പ്രശ്നം പരിഹരിച്ചു കൊടുക്കും. സ്റ്റേറ്റും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്ത് ചെയ്യും, പരിഹരിച്ചു കൊടുക്കും. പിന്നെ അതേപോലെ തന്നെ സ്റ്റേറ്റിൻ്റെ അകത്ത് എന്തെങ്കിലും ഡിസ്പ്യൂട്ട് വല്ലതും വരികയാണെങ്കിൽ അതും പരിഹരിച്ചു കൊടുക്കും. പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ വോട്ടേഴ്സ് ഉണ്ടല്ലോ, ഈ വോട്ടെടുക്കുന്ന ആളുകൾ, ഈ വോട്ടേഴ്സിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ടോ അങ്ങനെ എന്തെങ്കിലും വരുന്ന സാഹചര്യത്തിൽ ആരാണ് പരിഹരിക്കുന്നത്, നമ്മുടെ ഈ ഒരു ഹൈക്കോടതിയിലെ ജഡ്ജിമാരാണ് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം, എന്താണ് ഹൈക്കോടതി ജഡ്ജിമാരുടെ അപ്പീൽ ജൂറിസ്ഡിക്ഷൻ, അതായത് അപ്പീലുകൾ അയക്കാനുള്ള അവകാശം. അപ്പീലുകൾ അയക്കാനും അപ്പീലുകൾ കേൾക്കാനുമുള്ള അവകാശം ആർക്കുണ്ട്, നമ്മുടെ ഹൈക്കോടതിക്കുണ്ട്. എന്ന് പറയുമ്പോൾ നമ്മുടെ ലോവർ കോടതികളുണ്ടല്ലോ, അപ്പം ആ കോടതികളിൽ നടക്കുന്ന കേസുകളിൽ എന്തെങ്കിലും മുകളിലേക്ക് മാറ്റി വയ്ക്കുകയോ അല്ലെങ്കിൽ ആ കേസുകളിൽ എന്തെങ്കിലും എറർ സംഭവിച്ചതായി കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഹൈക്കോടതിക്ക് പോയിട്ട് അതെല്ലാം കേട്ടിട്ട് പരിഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള അവകാശം, ഡിസിഷൻ എടുക്കാനുള്ള അവകാശം ആർക്കുണ്ട്, ഹൈക്കോടതിക്കുണ്ട്. ഇനി അടുത്ത് നമ്മുടെ ഇന്ത്യയിൽ പ്രധാനമായിട്ടുള്ള ഹൈക്കോടതിക്ക് താഴെ വരുന്ന കുറച്ച് കോടതികളുണ്ട്. അതിനെയാണ് നമ്മൾ സബോർഡിനേറ്റ് കോടതി എന്ന് പറയുന്നത്. അപ്പം ഹൈക്കോടതിയുടെ താഴെ വരുന്ന കോടതികളെ നമ്മൾ സബോർഡിനേറ്റ് കോടതി എന്ന് പറയും. അപ്പം സബോർഡിനേറ്റ് കോടതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് വരുന്നത് സിവിൽ കോർട്ട്, 2 ക്രിമിനൽ കോർട്ട്, 3 വരുന്നത് റവന്യൂ കോർട്ട്. അപ്പം സിവിൽ കോർട്ടിൽ മെയിനായിട്ടും നോൺ ക്രിമിനൽ കേസസ് ഒക്കെ ആയിരിക്കും വരുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, പ്രോപ്പർട്ടിയുമായിട്ട് എന്തെങ്കിലും ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ ഈ അവകാശ തർക്കങ്ങൾ, അതേപോലെ തന്നെ കോൺട്രാക്റ്റ് എഗ്രിമെൻറ്റിലൊക്കെ എന്തെങ്കിലും തർക്കങ്ങൾ വരുമ്പോൾ, ഫാമിലി ഡിസ്പ്യൂട്ട് ലൈക്ക് ഡിവോഴ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ ആദ്യം പോകുന്നത് എങ്ങോട്ടേക്കാണ്, സിവിൽ കോടതിയിലായിരിക്കും അവർക്ക് അതിന് വേണ്ട നീതി കിട്ടുന്നത്. ഇനി ക്രിമിനൽ കോടതി എന്ന് പറയുമ്പോൾ എന്താണ്, ക്രിമിനൽ കേസുകൾ, കൊലപാതകം, അഴിമതി, അക്രമം അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഡീൽ ചെയ്യുന്നത് ഏതായിരിക്കും, നമ്മുടെ ക്രിമിനൽ കോടതിയായിരിക്കും. പിന്നെ വരുന്നത് റവന്യൂ കോടതിയാണ്. റവന്യൂ കോടതിയിൽ മെയിനായിട്ടും ഈ റവന്യൂ ഇഷ്യൂസാണ്, ലാൻഡ്, പ്രോപ്പർട്ടി, ടാക്സ്, അതുമായി ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ടും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് ആരായിരിക്കും, നമ്മുടെ റവന്യൂ കോടതിയായിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു 15ാമത്തെ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വരുന്നത്. ഈ ചാപ്റ്ററും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ നമ്മുടെ സബോർഡിനേറ്റ് കോടതികളെ പറ്റിയിട്ടും ഹൈക്കോടതിയുടെ പവേഴ്സിനെ പറ്റിയിട്ടും ഒക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 1 വേർഡ് ക്വസ്റ്റ്യൻസും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. സോ ദാറ്റ്സ് വൈ നിങ്ങൾ എല്ലാവരും ഈ ചാപ്റ്ററും നന്നായിട്ട് പഠിച്ചിട്ട് വേണം പോകാനായിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, നമുക്കപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.